ഞങ്ങൾ ഈ തിരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട് പരിശോധിച്ചപ്പോൾ കണ്ട ഈ കാര്യങ്ങൾക്കെല്ലാം ഒപ്പം ഞങ്ങൾ സ്വയം വിമർശകരുമായിട്ട് ഞാൻ ആദ്യം തന്നെ പറഞ്ഞു, സർക്കാരിൻ്റെ നേട്ടങ്ങൾ ജനങ്ങളിൽ എത്തിക്കുന്നതിൽ പോരായ്മ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് സ്വയം വിമർശകരുമായിട്ട് തന്നെ കാണുക. അവക്കെല്ലാം എതിരായിട്ട് വലതുപക്ഷ മാധ്യമങ്ങൾ നടത്തുന്ന കള്ളപ്രചാരണ വേലയെ പ്രതിരോധിക്കാനും നമുക്ക് വേണ്ടത്ര സാധിച്ചില്ല എന്നുള്ളതും വിമർശനപരമായി അംഗീകരിക്കുകയാണ്. സംഘടനാപരമായി വന്നു ചേരുന്ന ദൗർബല്യങ്ങൾ ഇത്തരം പ്രചരണങ്ങളെ പ്രതിരോധിച്ച് മുന്നോട്ടേക്ക് പോകാൻ നമുക്ക് തടസ്സമായി എന്നുള്ള സംഘടനാപരമായ പ്രശ്നവും ഞങ്ങൾ കാണുകയുണ്ടായി. പയ്യന്നൂർ, തളിപ്പറമ്പ് മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥി നിർണയത്തിലുണ്ടായ വീഴ്ചകൾ സ്വയം വിമർശകരുമായിട്ട് കണ്ണൂർ ജില്ലാ കമ്മിറ്റി തന്നെ വിമർശനത്തിൻ്റെ ഭാഗമായിട്ടുള്ള കാര്യം സംസ്ഥാന കമ്മിറ്റിയുടെ മുമ്പിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. ആ സ്വയം വിമർശനപരമായ കാര്യം സംസ്ഥാന കമ്മിറ്റിയും അംഗീകരിക്കുകയാണ്. വെള്ളാപ്പള്ളി നടേശൻ നടത്തിയിട്ടുള്ള മുസ്ലിം വിരുദ്ധ പ്രസ്താവനകൾ പാർട്ടി തള്ളിക്കളഞ്ഞത് തന്നെയാണ്. SNDP ശ്രീനാരായണ ഗുരുവിൻ്റെ ആശയങ്ങളിൽ നിന്നും ഏതെല്ലാം സന്ദർഭങ്ങളിൽ വ്യതിചലിക്കുന്ന എല്ലാ രീതിയിലും ശക്തമത്തായ നിലപാട് സ്വീകരിച്ചിരുന്നു എന്നുള്ളതും ശരിയാണ്. എന്നാൽ ഈ അടുത്ത കാലത്ത് അദ്ദേഹത്തിൻ്റെ മുസ്ലിം വിരുദ്ധ പ്രസ്താവനയെ ഏറെ ശക്തമായി പ്രതിരോധിച്ചില്ല എന്ന ഒരു പൊതു അവബോധം പ്രത്യേകിച്ച് ന്യൂനപക്ഷ ജനവിഭാഗങ്ങളിൽ രൂപപ്പെട്ടിട്ടുണ്ട്. ഇത്തരത്തിൽ രൂപപ്പെട്ട ഒരവബോധത്തെ, ഈ സംശയത്തെ ദൂരീകരിക്കുന്ന തരത്തിൽ ശക്തിയായ ഇടപെടൽ നടത്തുന്നതിൽ പോരായ്മ സംഭവിച്ചു എന്ന് ഞങ്ങൾ സ്വയം വിമർശകരുമായിട്ട് കാണുകയാണ്. ഞാൻ പറഞ്ഞതിന് വളരെ വ്യക്തമായ മലയാളമാണല്ലോ സംസാരിക്കുന്നത്. ഇത് പറയട്ടെ, എനിക്ക് ഏതെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചാൽ മതി. അയ്യപ്പ സംഗമം സംഘടിപ്പിച്ചത് ദേവസ്വം ബോർഡാണ്. സർക്കാരാണ് സംഘടിപ്പിച്ചതെന്ന വലതുപക്ഷ പ്രചരണ കേരളത്തിലെ ജനങ്ങളിൽ ആശയക്കുഴപ്പമുണ്ടാക്കി. രാജ്യത്തെ മതനിരപേക്ഷതയെ തകർക്കുന്ന RSS യഥാർത്ഥത്തിൽ ഇതിനെ ശക്തിയായിട്ട് എതിർക്കുന്ന സമീപനമാണ് സ്വീകരിച്ചത്. ഇതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നമായിട്ട് അതിനെ കണ്ടത് RSSന്റെ ഇന്ത്യയിലെ ഏറ്റവും പ്രമുഖനായ വക്താവ് UPയുടെ മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിൻ്റെ സന്ദേശം വലിയ രീതിയിലുള്ള ചർച്ചയ്ക്ക് ഇട നൽകിയ രീതിയിൽ ആ സന്ദേശം അവിടെ വായിച്ചു എന്നത് ശരിയായിരുന്നില്ല എന്ന നിലപാടാണ് ഞങ്ങൾ സ്വീകരിക്കുന്നത്. സർക്കാരാണ് അയ്യപ്പ സംഗമം സംഘടിപ്പിച്ചതെന്ന വ്യാപകമായ പ്രചാരവേല ശരിയായിരുന്നില്ല. ദേവസ്വം ബോർഡായിരുന്നു ഇതിനു മുമ്പും ഇതുപോലെ സംഗമങ്ങൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. അവിടെ ആ സംഗമം സംഘടിപ്പിച്ചതിൻ്റെ ഒന്നും ഭാഗമായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇപ്പോഴും വ്യാപകമായ രീതിയിലുള്ള ഈ പ്രചാരവേല നമുക്ക് യഥാർത്ഥത്തിൽ അതിൻ്റെ ഒപ്പം ഈ യോഗി ആദിത്യനാഥിൻ്റെ സന്ദേശ വായനയും കൂടി വന്നപ്പോൾ ഈ അവബോധം കൂടുതൽ ശക്തിപ്പെടുന്ന നില ഉണ്ടാവുകയാണ് ചെയ്തത്. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ കുറ്റാരോപിതനായ പത്മകുമാറിനോട് പാർട്ടി വിശദീകരണം ചോദിക്കുകയും എല്ലാ പ്രവർത്തനങ്ങളിൽ നിന്നും മാറ്റി നിർത്തുകയും ചെയ്തിരുന്നു ജയിലിൽ നിന്ന് വന്നതിന് ശേഷം. എന്നാൽ ആരോപണമുണ്ടായ ഘട്ടത്തിൽ തന്നെ കർശനമായ നടപടി സ്വീകരിച്ചില്ല എന്ന എതിരാളികളുടെ പ്രചരണം തെരഞ്ഞെടുപ്പിൽ നമ്മെ ബാധിച്ചിട്ടുണ്ട്.